കൃത്യമായ ഒരു ബന്ധമുണ്ട്. ഒന്ന്, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒരാളുടെ മുമ്പിലും അടിയറ വെക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ജീവിതാന്ത്യം വരെ ജീവിച്ചുപോയ നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശൈഖുന CKM സാദിഖ് ഉസ്താദിന്റെ മണ്ണാണ് മണ്ണാർക്കാട്. ബഹുമാനപ്പെട്ട മുഹഖിഖുൽ ഉലമ AP ഉസ്താദിന്റെ മണ്ണാണ് മണ്ണാർക്കാട്. ബഹുമാനപ്പെട്ട കോയിക്കുട്ടി ഉസ്താദിന്റെ മണ്ണാണ് പാലക്കാട് ജില്ല. ബഹുമാനപ്പെട്ട KPC തങ്ങളുടെ മണ്ണാണ് പാലക്കാട് ജില്ല. അതുപോലെ തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2ാം സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലാണ്. സമത്വയുടെ 3ാം സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലാണ്. സമത്വയുടെ 4ാം സമ്മേളനം നടന്നതും പാലക്കാട് ജില്ലയിലാണ്. സമത്വയുടെ 5ാം സമ്മേളനം നടന്നതും പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലക്ക് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന കാലിക പ്രസക്ത പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് 2026 ഫെബ്രുവരി മാസം കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വെച്ചുകൊണ്ട് അരങ്ങേറുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രചരണ സന്ദേശവുമായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇൻഷാ അല്ലാഹ് തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ മണ്ണും മാറും കാടും കഥ പറയുന്ന മണ്ണാർക്കാട് പ്രതിസന്ധികളിൽ തളരാതെ പതറാതെ ചിതറാതെ ആദർശ സംസ്ഥാനമാകുന്ന ഈ മഹാനൗകയെ ഒരു കാറ്റിലും കോളിലും ആടിയുലയാതെ മുന്നിൽ നിന്ന് ദിശണയോട് നയിക്കുന്ന കപ്പിത്താൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇൻഷാ അല്ലാഹ് ഡിസംബർ മാസം 24ാം തീയതി നമ്മുടെ മണ്ണാർക്കാട് എത്തുകയാണ്. അതുപോലെ തന്നെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സുവർണ ജൂബിലി ഈ വരുന്ന നവംബർ മാസം 23ാം തീയതി പാലക്കാട് ജില്ലയിലെ 4000-ഓളം വരുന്ന അധ്യാപകർ അണിനിരക്കുന്ന റാലിയോടുകൂടെ ഇൻഷാ അല്ലാഹ് ചെറുപ്പളശ്ശേരിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിന്റെ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. ആ മഹത്തായ പരിപാടിയിലേക്കും നിങ്ങളെ ഏവരുടെയും സ്നേഹ സാന്നിധ്യം ക്ഷണിച്ചുകൊണ്ട്